ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ തന്നെയുള്ളൊരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ ഹെയറിനുള്ള പല പല പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ. ഹെയർ ഫോള് നന്നായിട്ട് കുറയും, അതുപോലെ തന്നെ മുടി വളരും. പിന്നെ മുടിക്കൊരു കണ്ടീഷണർ ഇട്ട എഫക്റ്റ് കിട്ടും കേട്ടോ. മുടി നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയിട്ട് കിടക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡാൻഡ്രഫ് നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ഹെയർ വാഷ് ചെയ്തിട്ട് പിറ്റേന്നുള്ളതാണ്. ഷാമ്പു ഒന്നും ഇട്ടിട്ടില്ല. ഒരു ഹെയർ പാക്ക് ഇട്ട് ഡയറക്റ്റ് നമ്മൾ വാട്ടർ വെച്ചിട്ട് മുടി ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഷാമ്പും കണ്ടീഷണറും ഒന്നും ഇല്ലാണ്ട് തന്നെ മുടി നല്ല ഹെൽത്തി ആയിട്ട് കിടക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ചായപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. സാധാരണ നമ്മൾ ചായയിലിടുന്ന തേയില 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ഞാൻ 2 ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി എടുക്കണം കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജിൽ കട്ട് ചെയ്തല്ല, തൊലി കളഞ്ഞ് വെച്ചിരുന്ന ബീട്രൂട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നാലും കുറച്ച് സമയം കൂടെ വെച്ചേക്കണം കേട്ടോ, നന്നായിട്ട് ആ ഒരു തേയിലയുടെ കറയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ആ ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. തരിയൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഒന്ന് അടിച്ചെടുക്കണം. ഇതിൽ വേറെ വെള്ളം കാര്യങ്ങളൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു 2 സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. പക്ഷെ വെള്ളം ഇല്ലാതെ അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നന്നായിട്ട് അതിനൊന്ന് അരിച്ചെടുക്കണം. അപ്പം നമ്മൾ ഏത് പാത്രത്തിൽ വെച്ചാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിലാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഒരു ഇരുമ്പിൻ്റെ പാത്രമാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഡയറക്റ്റ് തന്നെ അടുപ്പിലേക്ക് വെക്കാം. ശരിക്കും ബീട്രൂട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. മുടി നന്നായിട്ട് വളരാൻ, അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ബീട്രൂട്ട് ഒന്ന് ചൂടായി വരണം. അപ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ചേക്കുന്ന തേയിലയുടെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കണം. ചായപ്പൊടി ശരിക്കും മുടിവേരുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി വളരെ നല്ലതാണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ്. ഹെന്ന പൗഡർ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഒരു 100 രൂപയ്ക്കൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കവറിലൊക്കെ വാങ്ങാൻ പറ്റും. വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങണം. ഇനി കട്ട കെട്ടാണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമുക്കിത് നിർത്തി കൊടുക്കാം. നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് തിക്കായിട്ടിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് നല്ല തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ കട്ടയൊക്കെ മാറി വരുമ്പോൾ നമുക്ക് പതിയെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂട് പോയി കഴിഞ്ഞ് ഒരു പേപ്പറോ അല്ലെങ്കിൽ കവറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനൊന്ന് കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് നാളെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല തിക്കായിട്ട് ഇരിപ്പുണ്ട്. ഇത് പിറ്റേ ദിവസം എടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യാം. ഡാൻഡ്രഫ് മാറാനൊക്കെ തൈര് ബെസ്റ്റാണ്. തൈരോ അല്ലെങ്കിൽ നാരങ്ങ നീരോ, അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാം. ഹെന്ന പൗഡർ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഫ്രിസി ഹെയർ ഉള്ളവർ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഈ ഒരു പാക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം ഇതിൽ ഓരോന്നും ഓരോരോ യൂസ് ഉള്ളതാണ്. അവസാനം ചേർത്ത കേട് മാത്രം വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഹെന്ന പൗഡറൊക്കെ ഹെയറിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടിയിലുണ്ടാവുന്ന ബ്രേക്കേജും അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് നമുക്കൊരു ഹെയർ ഡൈ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഡിഗോ പൗഡർ അല്ലെങ്കിൽ നീലാമരിയുടെ പൊടി ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്തില്ലെങ്കിലും ഇതൊന്ന് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഡിഗോ പൗഡറും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഹെയറിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പം നല്ലൊരു ഡൈയുടെ എഫക്റ്റ് കിട്ടും കേട്ടോ. നന്നായിട്ട് മുടി ഒന്ന് കറുത്ത് വരാൻ ഹെൽപ്പ് ചെയ്യും. അരിഞ്ചേട്ടന് നല്ല പോലെ ഡാൻഡ്രഫും ഹെയർ ഫോളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം അരിഞ്ചേട്ടന് ഇട്ട് കൊടുത്തിട്ടാണ് ഇട്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.